നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വികസനം വിലയിരുത്തി റെയിൽവേ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി.കെ. കൃഷ്ണദാസ്. തെരുവുനായയെ വന്ധീകരിച്ച് വിടുന്നത് അസംബന്ധം, രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. അമേരിക്കയുടെ ഇറക്കുമതി ചുങ്കം കേരളത്തിലെ പ്രത്യാഘാതം പഠിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വികസനം വിലയിരുത്തി റെയിൽവേ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി.കെ. കൃഷ്ണദാസ്. റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി.കെ. കൃഷ്ണദാസ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം നിർദ്ദേശ സ്ഥലവും സന്ദർശിച്ച് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കോവിഡ് കാലത്ത് നിർത്തിവെച്ച ട്രെയിൻ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഡിസംബറിനുള്ളിൽ പൂർണ്ണമായും പൂർത്തിയാക്കും. പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും ഇത്തരം വലിയ മാറ്റങ്ങൾ വികസനങ്ങൾ നടക്കുന്നത്. തീർച്ചയായും അതിപ്പോൾ ഞാൻ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയുടെ വലിപ്പം കൂട്ടാനുള്ള നിവേദനം തന്നതുപോലെ BJPയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി മറ്റൊരു നിവേദനം നൽകിയിട്ടുണ്ട്. അതാണ് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ നേരത്തെ നിർത്തിയിട്ടുള്ള തിരുവനന്തപുരം മംഗലാപുരം 67 തീവണ്ടി നേരത്തെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മംഗലാപുരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന തിരുവനന്തപുരം എക്സ്പ്രസ് ഈ രണ്ടിനും വടക്കാഞ്ചേരി സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള നിവേദനം കിട്ടിയിട്ടുണ്ട്. മാരാത്തുകുന്ന് മേൽപ്പാലം നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ അനുവദിച്ചതായും സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ് നിർമ്മാണത്തിന് തടസ്സമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 54 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 54 മേൽപ്പാലങ്ങളും അതിനാവശ്യമായിട്ടുള്ള നിർമ്മാണ ചെലവ് റെയിൽവേ വഹിക്കാനാണ് നിശ്ചയിക്കുന്നത്. അതായത് പൂർണ്ണമായും റെയിൽവേയുടെ ചെലവിലാണ് സംസ്ഥാനത്ത് 54 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 3 റെയിൽവേ മേൽപ്പാലങ്ങളാണ്. ഒന്ന് ചെറുതുരുത്തി, 2 മുള്ളൂർക്കര, മറ്റൊന്ന് മാരാത്തൂൺ. വടക്കാഞ്ചേരി നഗരത്തിനടുത്താണ് മാരാത്തൂൺ ഈ മേൽപ്പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 3 മേൽപ്പാലങ്ങൾക്കും അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ, ഭൂമി ഏറ്റെടുക്കൽ, അതേപോലെ തന്നെ അലൈൻമെൻറ്റ്, അതോടൊപ്പം ഇതിൻ്റെ പ്ലാന്, ഇതൊക്കെ തയ്യാറാക്കേണ്ടത് കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്, KRDC. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, റെയിൽവേ മുഴുവൻ ചെലവും നൽകി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മേൽപ്പാലങ്ങൾക്ക് ഇതിൻ്റെ ലാൻഡ് അക്വിസിഷൻ, സ്ഥലമേറ്റെടുപ്പ്, അതുപോലെ തന്നെ പ്ലാന്, GID ഇതൊക്കെ തയ്യാറാക്കേണ്ടത് കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്നാണോ എപ്പോഴാണ് ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഈ കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലൂടെ KRDCയിലൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ മന്ത്രാലയം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും പെട്ടെന്ന് ആരംഭിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ അത് മാറ്റാൻ തയ്യാറാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഈ അലംഭാവം, ആലസ്യത, അത് മാറ്റാൻ അവർ തയ്യാറാകണം. എന്നാണോ അത് മാറ്റുന്ന പക്ഷം റെയിൽവേ ഈ മേൽപ്പാലം നിർമ്മിക്കാനുള്ള എല്ലാ പദ്ധതികളും അവർ അതുമായിട്ട് മുന്നോട്ട് പോകും.
BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയോടത്ത്, ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ, മണ്ഡലം നേതാക്കളായ ബിനീഷ്, KR, KA അഭിലാഷ്, രാമപ്രസാദ്, അരുൺദാസ്, നേതാക്കളായ AS രാജു, പ്രദീപ് PS, റീന സന്തോഷ്, ബാബു പൂങ്കുന്നത്ത്, രാജേന്ദ്രൻ, വർഗീസ് എന്നിവരും സന്ദർശനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തെരുവുനായയെ വന്ധീകരിച്ച് വിടുന്നത് അസംബന്ധം, രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. തെരുവുനായകളെ പിടികൂടി വന്ധീകരിച്ച ശേഷം തിരികെ വിടുന്നത് അസംബന്ധവും യുക്തിരഹിതവുമാണെന്ന് സുപ്രീം കോടതി. വന്ധ്യീകരിച്ചാലും ഇല്ലെങ്കിലും സമൂഹം തെരുവുനായകളിൽ നിന്ന് മുക്തമായിരിക്കണം. വന്ധ്യീകരണം എണ്ണം കുറയ്ക്കാനേ സഹായിക്കൂ. പേവിഷബാധ പടരുന്നത് തടയില്ല. വന്ധ്യീകരിച്ച ശേഷം തെരുവുനായയെ അവിടെ തന്നെ തിരിച്ചുവിടുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? തെരുവുനായയുടെ കടിയേൽക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ എല്ലാവർക്കും കഴിയണം. നായകളെ പിടികൂടുന്നത് തടയാൻ ശ്രമിക്കുന്നവരെ കർശനമായി നേരിടണം. പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ ജീവൻ തിരികെ നൽകാൻ മൃഗസ്നേഹികൾക്കാകുമോ എന്നും കോടതി ചോദിച്ചു. അമേരിക്കയുടെ ഇറക്കുമതി ചുങ്കം കേരളത്തിലെ പ്രത്യാഘാതം പഠിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നത് പഠിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷമുണ്ടാക്കും. സംസ്ഥാനത്തിന്റെ കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കും. കേരളത്തിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക. കശുവണ്ടി, അരി, പച്ചക്കറി, ധാന്യപ്പൊടി തുടങ്ങിയവയുടെ കയറ്റുമതിയുടെ 20% അമേരിക്കയിലേക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം സമുദ്രോൽപ്പന്ന സംസ്കരണ യൂണിറ്റ് ഉള്ളതും കേരളത്തിലാണ്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും അമേരിക്കയുടെ അധിക ചുങ്കം പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. JK സിനിമാ തിയേറ്ററിന് മുൻപിൽ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. കാട്ടൂർ കിഴുത്താണി KJ സിനിമാ തിയേറ്ററിന് മുൻവശത്തുള്ള റോഡിൽ സ്കൂട്ടറിലിരുന്ന് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവുമായി എത്തിയ യുവാക്കൾ പിടിയിലായി. അവിട്ടത്തൂർ സ്വദേശി അലങ്കാരത്തുപറമ്പിൽ വീട്ടിൽ 20 വയസ്സുള്ള ജസ്വിൻ, താണിശ്ശേരി വീട്ടിൽ പുതുപ്പുര വീട്ടിൽ 23 വയസ്സുള്ള അക്ഷയ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ NDPS ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവയിലെ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. നാടിന്റെ അഭിമാനമായി അർജുൻ CV. നാടിന്റെ അഭിമാനമായി അർജുൻ CV. വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിയായ അർജുൻ CV അഭിമാന നേട്ടം കൈവരിച്ചു. UAEയിൽ വെച്ച് നടന്ന 6ാമത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ വെച്ചാണ് അർജുൻ സ്വർണ്ണ മെഡലോടെ ഉജ്ജ്വല നേട്ടം കൊയ്തത്. ട്രഡീഷണൽ എസൻസ് ജൂനിയർ വിഭാഗം മത്സര ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചാണ് അർജുൻ സ്വർണം കരസ്ഥമാക്കിയത്. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. വാർത്തകൾ തുടരുന്നു. യുവതിയെ അപമാനിക്കാൻ ശ്രമം, ഒളിവിൽ പോയ പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. പഴയന്നൂർ കല്ലേപ്പാടം രാജീവ് ഭവൻ കോളനിയിലെ കാളംതൊടിയിൽ വീട്ടിൽ അബ്ദുള്ളയുടെ മകൻ കാസിം എന്ന 63 വയസ്സുള്ള കാക്കിരി കാസിമാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജൂലൈ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കല്ലേപ്പാടത്തെ ഒരു വീട്ടിൽ വെച്ച് യുവതിയെ അപമാനിക്കാൻ കാസിം ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പഴയന്നൂർ പോലീസ് പിടികൂടിയത്. വിദ്യാർത്ഥികളെ ബസ് സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിക്കരുത്, മന്ത്രി V ശിവൻകുട്ടി. ബസ്സിൽ കൺസെക്ഷനിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന പ്രവണത പാടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കൺസ്ട്രക്ഷൻ അടക്കമുള്ള ആനുകൂല്യം സമരം ചെയ്ത് നേടിയെടുത്തതാണ്. അത് സ്വകാര്യ ബസ്സുകളുടെ ഔദാര്യമല്ല. കുട്ടികളെ 2ാം തരം പൗരരായി കണ്ട് മോശമായി പെരുമാറിയാൽ കർശന നടപടിയുണ്ടാകും. ട്രെയിൻ അനുവദിക്കാൻ റെയിൽവേക്ക് മടി, ഓണത്തിന് നാട്ടിലെത്താൻ ബുദ്ധിമുട്ടേറും.
ഓണക്കാലത്ത് നാട്ടിലെത്താൻ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന കേരളത്തിലെ യാത്രക്കാരുടെ ആവശ്യങ്ങളുടെ മുഖം തിരിച്ച് റെയിൽവേ. 10 വർഷമായി ഓണം സീസണിൽ 20 വണ്ടികൾ വരെ അനുവദിച്ചിരുന്നു. ഇത്തവണ പാലക്കാട് ഡിവിഷനിൽ ഓണത്തിന് അനുവദിച്ചത് 8 ട്രെയിൻ, അതും ആഴ്ചയിൽ 1-2 സർവീസ് മാത്രം. ദീർഘദൂര വണ്ടികൾ അനുവദിക്കണമെന്ന ആവശ്യത്തോടും റെയിൽവേ മുഖം തിരിക്കുന്നു. ഡൽഹി, മുംബൈ, പൂനെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ നഗരങ്ങളിൽ നിന്ന് ഓണത്തിന് നാട്ടിലെത്താൻ ടിക്കറ്റില്ലാതെ വലയുകയാണ് യാത്രക്കാർ. സർക്കാർ നടത്തുന്ന ഇടപെടൽ ഫലം കണ്ടു. വെളിച്ചെണ്ണ വില താഴേക്ക്. കുത്തനെ ഉയർന്ന വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടൽ ലക്ഷ്യം കാണുന്നു. പൊതുവിപണിയിൽ ലിറ്ററിന് 450 രൂപയ്ക്ക് മുകളിൽ വില വന്നത് നിലവിൽ 390 രൂപയിലേക്ക് താഴ്ന്നു. സംസ്ഥാനത്തെ 94 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് 2 മാസം 1 ലിറ്റർ വീത വെളിച്ചെണ്ണ 349 രൂപയ്ക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് പൂഴ്ത്തിവെപ്പ് അവസാനിപ്പിച്ച് കരിചന്തക്കാർ വില കുറയ്ക്കാൻ നിർബന്ധിതരായത്. സബ്സിഡി നിരക്കിൽ സർക്കാർ വെളിച്ചെണ്ണ നൽകുമെന്നതിനാൽ കോപ്ര കെട്ടുകിടക്കുമെന്ന് മുന്നിൽ കൊണ്ടാണ് തമിഴ്നാട് വില കുറച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വികസനം വിലയിരുത്തി റെയിൽവേ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി.കെ. കൃഷ്ണദാസ്. തെരുവുനായയെ വന്ധീകരിച്ച് വിടുന്നത് അസംബന്ധം, രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. അമേരിക്കയുടെ ഇറക്കുമതി ചുങ്കം കേരളത്തിലെ പ്രത്യാഘാതം പഠിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.